ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഒരു നായ സങ്കേതത്തിനെതിരെ ഭയങ്കര യുദ്ധം നടക്കുന്നല്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാം എന്താണ് അഭിപ്രായം? പാവം കൈയും കാലും ഒക്കെ ഒടിഞ്ഞ ജീവികളെ അവർ സംരക്ഷിക്കുന്നത് കൊണ്ട് നല്ലതാണോ അതോ മോശമായിട്ടാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, വഴിയിലൊക്കെ ഒരുപാട് നായകൾ വണ്ടി ഇടിച്ച് കിടന്ന് ഞെരങ്ങി കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ആരും തിരിഞ്ഞു നോക്കത്തില്ല. അതവിടെ കിടന്ന് പുഴു അരിച്ച് ഭക്ഷണം കിട്ടാതെ വെള്ളവും കിട്ടാതെ പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിപ്പിച്ച് വായിൽ നിന്ന് വെള്ളം ഒലിപ്പിച്ച് അങ്ങനെ കിടക്കും. ഒറ്റ മനുഷ്യനും തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോൾ അതിനെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ശുശ്രൂഷിക്കുന്നവർക്കൊരു സപ്പോർട്ട് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഇപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും ഒന്ന് രണ്ട് അയൽക്കാരുമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടാവും. ചിലർക്ക് നായ്ക്കളെ ഇഷ്ടമല്ലല്ലോ, അപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും. പ്രശ്നം ഉണ്ടാക്കിയിട്ട് അപ്പോൾ അവരുമായിട്ട് ഇവർ ഇങ്ങനെ നല്ലതായിട്ടൊന്നും സംസാരിക്കത്തില്ല, എതിർത്ത് തന്നെ സംസാരിക്കും. അപ്പോൾ ആൾക്കാർ വിട്ടുകൊടുക്കത്തില്ല. അവരെ വാശി ജയിക്കാൻ വേണ്ടിയിട്ട് അവർ വേറെ ആൾക്കാരെയും കൂട്ടി വന്ന് യുദ്ധം തുടങ്ങും. അത്രേ ഉള്ളൂ. പിന്നെ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ ഇട്ടിരിക്കുകയാണ്. അവർക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ ഇല്ല. ചില ന്യൂസ് ചാനലുകാർ തന്നെ നിന്നിട്ട് പറയുന്നുണ്ട്, ഇവരെന്തിനാണ് ഇത്രയധികം പട്ടികളെ വളർത്തുന്നത്? പട്ടികൾ തെരുവിൽ അലഞ്ഞ് മറ്റുള്ളവരെ കടിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതൊന്നും ചെയ്യാതെ അവരെ ഭക്ഷണവും കൊടുത്ത് വീടിനകത്ത് ഓണറിന് കുഴപ്പമില്ല, നാട്ടുകാർക്കാണ് പ്രശ്നം. അവരെ ഇപ്പോൾ ചെന്ന് കിടന്ന് അവിടെ യുദ്ധം ചെയ്യുന്നത് കാരണം അവർക്ക് പട്ടികൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല. എന്നിട്ട് പറയുന്നു ഈ നാട്ടുകാരെല്ലാം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ക്ലീൻ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. ആകെപ്പാടെ അവർ ശ്വാസം മുട്ടി. ആ കൊച്ചു പറയുന്നുണ്ട് അവൾക്ക് പീരീഡ്സ് ആയിട്ട് പാഡ് മാറ്റാൻ ഒന്ന് പോയി വാങ്ങിക്കൊണ്ട് വരാനോ അങ്ങനെ പോലും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എപ്പോഴും ഇവരവിടെ നിന്ന് പോവുകയാണെങ്കിൽ നാട്ടുകാർക്ക് അതിനകത്തോട്ട് തള്ളിക്കയറാനുള്ള ഒരു അവസരം കിട്ടുമല്ലോ. അത് പേടിച്ചിട്ടാണ് അവർ എങ്ങും പോവാതെ അവിടെ തന്നെ നിന്ന് അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സ്ഥിതിഗതികൾ. എന്നിട്ട് പറയുന്നുണ്ട്, ന്യൂസ് ചാനലുകൾ തന്നെ പറയുന്നുണ്ട്, ഇവരെന്തിനാണ് ഇത്രയധികം പട്ടികളെ വളർത്തുന്നത്? പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല, വളർത്തേണ്ട ആവശ്യമില്ല. ഈ വണ്ടി ഇടിച്ചിടുന്നവരും മറ്റുമൊക്കെ അവർ തന്നെ അങ്ങ് എടുത്തുകൊണ്ട് പോകണം. വണ്ടി ഇടിച്ചിട്ടിട്ട് അവർ തന്നെ എടുത്തുകൊണ്ട് പോയി അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനെ കുഞ്ഞു അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സുഖപ്പെടുത്തി അവർ എവിടെയാണോ അവർ കണ്ടത് അവിടെ കൊണ്ടുവിടട്ടെ. അപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ഇത് പിന്നെ തൊട്ട് വീടിൻ്റെ അയൽവക്കത്തെ ചുറ്റുപാട് തന്നെ ഡോഗ് സുഖമില്ലാതെ കിടന്ന് അതിനെ നോക്കത്തില്ല. പുഴു അരിച്ച് അവിടെ തന്നെ കിടക്കും. അവിടെ കിടന്ന് നരകിക്കും. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരെ എതിർക്കാൻ കുറച്ച് പേര് കാണും. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരെ എതിർക്കാൻ കുറച്ച് പേര് കാണും, ശല്യം ചെയ്യാനും കുറച്ച് പേര് കാണും. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ട, പക്ഷെ അവരെ ഉപദ്രവിക്കാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എത്രയധികം ജീവിയൊക്കെയാണ് അവർ ഉപകാരമാവണത്. എടാ താഴെ ഇറങ്ങടാ കുഞ്ഞു, താഴെ ഇറങ്ങ. എടാ എന്നെ ദ്രോഹിക്കാൻ വേണ്ടി എന്തോന്നടാ നീ? ഇറങ്ങ് മക്കളെ, ഇറങ്ങ്. വാ ശരി ഇറങ്ങ് കുട്ടി, ഇറങ്ങ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ നായ വളർത്തുന്നതും അതിനെ ശുശ്രൂഷിക്കുന്നതും ശരിയാണോ? അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.